ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ജിയാൻസ് വ്ലോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ വീക്കെൻഡ് ആയിട്ടുണ്ട്. വീക്കെൻഡിൽ നമ്മൾ UAE-യിലത്തെ ചൂടിനെ ഒന്നും വകവെക്കാതെ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ചെറുതായിട്ട് വകവെച്ചിട്ടുണ്ട്. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂടിന്റെ ചെറിയൊരു ശമനം എന്ന് പറയാം, അങ്ങനെ ആയിട്ടുണ്ട്. UAE-യിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ മാരക ചൂടാണ് കേട്ടോ. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഉച്ചക്കൊക്കെ ഇറങ്ങിയാൽ തീർന്നു, അത്രയും ചൂടാണുള്ളത്. പക്ഷേങ്കിൽ ഞാൻ എന്നിട്ടും നോക്കിക്കാണുന്നത് ഇത്രയും വലിയ ചൂടിലും ഇവർ ഈ കാണുന്ന മരങ്ങളും അതുപോലെ തന്നെ പച്ചപ്പൊക്കെ കാണുന്നില്ലേ, ഫുള്ള് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഒരു 4:30 ആയപ്പോഴാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് ആ ചൂടിൻ്റെ ഒരു കട്ടിയൊക്കെ കുറച്ചൊന്ന് ശമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മളൊരു ഡെസേർട്ട് പാർക്കിലേക്കാണ് പോകുന്നത്. ഷാർജയിലുള്ള ഒരു ഡെസേർട്ട് പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തരാൻ വഴിയേ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഫുള്ള് മരുഭൂമി ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടപ്പം ആദ്യം കണ്ടില്ലേ, ഫുള്ള് പച്ചപ്പും കാര്യങ്ങളും ഇങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഇവർ റെഡിയാക്കി അങ്ങനെയല്ല വലിയ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നില്ല, നമ്മുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൽട്ടിന് 20 ദിർഹമാണ് കേട്ടോ, പ്ലസ് വാറ്റും കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രിയും കൂടി ഇവർ തരുന്നുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാർഡ് എടുക്കില്ല, പേയ്മെൻറ്റ് റെഡി ക്യാഷാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഇവിടെ ATM ഇല്ല. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വരണം, ക്യാഷൊക്കെ എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കയറിയിട്ടുള്ളത് ചിൽഡ്രൻസ് ഫാമിലേക്കാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ഏരിയയിൽ ഇവരൊരു ഫാം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലുള്ളത് ആടും അതുപോലെ തന്നെ കഴുത, കുതിരകൾ, ഒട്ടകം, താറാവ്, ലവ് ബേർഡ്സ് തുടങ്ങിയിട്ടുള്ളതാണ്. ഇവിടുത്തെ ഷീറ്റ് കണ്ട നല്ല ഓലയോണ്ട് മേഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു പൈപ്പ് ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊന്ന് വാടിയാടുന്നു വരുന്നില്ല. വാ പറ, ഇങ്ങോട്ടൊന്ന് വാടി പറ. నేనొప్పి డీకో వందిన పొట్టే അടുത്തതായിട്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ബൊട്ടാണിക്കൽ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ആദ്യം കരുതിയത് ഇതൊക്കെ ഒറിജിനൽ ആണെന്നാണ്. എന്നാൽ ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒറിജിനൽ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. അപൂർവ ഇനം മൃഗങ്ങളുടെ ടാക്സിഡെർമിക് പ്രദർശനമാണ് കേട്ടോ. ടാക്സിഡെർമിക് എന്ന് വെച്ചാൽ നമ്മുടെ മൃഗങ്ങളുടെ തോലുകൾ ഉണ്ടാവില്ലേ, അതിൻ്റെ പുറമേയുള്ള ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് അതിന് ഒരു രൂപം നൽകിയിട്ട് അതിന് ആ തോലുകളൊക്കെ ഒറിജിനൽ തോലുകളൊക്കെ കൊടുത്തിട്ട് ആ ഒരു രൂപത്തിലാക്കി എടുക്കുക. അതാണ് ടാക്സിഡെർമിക് എന്ന് പറയുന്നത്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒറിജിനൽ പോലെ തന്നെ തോന്നും. പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇതാണ് ഡൈനോസർ ജിയാണ്. ഡൈനോസറിന്റെ കാല് കണ്ടത്. ഇതിനുള്ളിൽ കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഫോസിലുകളും ഉൽക്കാശിലകളും അതുപോലെ തന്നെ ടാക്സിഡെർമിക് പ്രദർശനങ്ങളും അതുപോലെ സസ്യങ്ങളും, ഇതൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇത് മറ്റേ നമ്മളെ അങ്ങനെ സമയം 6 മണിയായിട്ടുണ്ട്. 6 മണിക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരെയും പുറത്തിറക്കിയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ വന്നത് കുറച്ച് ലേറ്റായി പോയി. ഇവിടെ തന്നെ കുറേ സമയം നമ്മളത് പോയി കിട്ടിയിട്ടോ. അപ്പോൾ കുട്ടികൾക്കായി കളിക്കാനൊക്കെ ഒരു പാർക്ക് പോലെയുണ്ട്. അവിടെ കുറച്ച് നേരം പിള്ളേരെല്ലാവരും കൂടി കളിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ള ഒരു ഏരിയ നമ്മളിന്ന് കണ്ടിട്ടില്ല കേട്ടോ. അവിടെ ചീറ്റ, അതുപോലെ തന്നെ ഒരുപാട് ആനിമൽസ്, പാമ്പുകൾ ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കാണ് അവർ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായത് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ ടിക്കറ്റ് ഒരു 3 മാസത്തിലെ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണം എന്നില്ല. ആ ടിക്കറ്റ് കാണിച്ചിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ട്രിപ്പുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമ്മളിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.